മക്കളെ നമസ്കാരം. നമ്മൾ അടുത്തത് നോക്കുന്നത് നമ്മളുടെ സെക്ഷൻ 5.2 ഫ്രെഡ്ഹോം തിയറി ഓഫ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ. അപ്പോൾ എന്താണ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ? കോമ്പാക്റ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. ഓക്കെ, അത് കണ്ടിന്യൂസ് കൂടി ആയിരിക്കും, പ്രത്യേകം നോട്ട് ചെയ്യുക. കൂടാതെ അതിനകത്ത് കോമ്പാക്റ്റ് സെറ്റുകളെ കോമ്പാക്റ്റ് സെറ്റിലേക്ക് മാപ്പ് ചെയ്യണമെന്ന് വേണമെങ്കിൽ സിംപ്ലി പറയാം. അല്ലെങ്കിൽ ഡൊമെയിനിലുള്ള ഒരു ബൗണ്ടഡ് സീക്വൻസിൻ്റെ ഇമേജ് സീക്വൻസിന് കോഷി സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് ടു എവരി ബൗണ്ടഡ് സീക്വൻസ് ഇൻ ദ ഡൊമെയിൻ the image sequence A of xn has a Cauchy subsequence, or simply A of U closure is a compact subset of Y. What is U? Here U is a ball centered at origin with radius R in X. Xലുള്ള ഒരു യൂണിറ്റ് ബോളാണ്. യൂണിറ്റ് ഓപ്പൺ ബോളാണെന്ന് പറയാൻ പറ്റില്ല, ഓപ്പൺ ബോൾ വിത്ത് റേഡിയസ് R ആണ്. യൂണിറ്റ് എന്ന് പറയുകയാണെങ്കിൽ റേഡിയസ് 1 ആയിരിക്കണം. ഓക്കെ, യൂണിറ്റ് ഓപ്പൺ ബോൾ അല്ല, ആൻ ഓപ്പൺ ബോൾ സെൻറ്റേർഡ് അറ്റ് 0 വിത്ത് റേഡിയസ് R. ദെൻ ഇറ്റ്സ് ഇമേജ് ക്ലോഷർ ഷുഡ് ബി കോമ്പാക്റ്റ് ഇൻ Y. അതാണ് അതിൻ്റെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എല്ലാ കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സും ഓട്ടോമാറ്റിക്കലി ബൗണ്ടഡ് കൂടിയായിരിക്കും. അത് ബൗണ്ടഡ് സെറ്റ്സ് മാപ്സ് ഇൻറ്റു ബൗണ്ടഡ് സെറ്റ്സ് തന്നെ നമുക്ക് കിട്ടും. അത് നമ്മളുടെ കണ്ടീഷൻ ഫോർ ബൗണ്ടഡ് ലീനിയർ മാപ്പിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ദർ എക്സിസ്റ്റ് ആൽഫ ഗ്രീറ്റർ ദാൻ 0 സച്ച് ദാറ്റ് നോം ഓഫ് A of x plus R equal to ആൽഫ ഇൻറ്റു നോം എക്സ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇനി പക്ഷേ തിരിച്ചുള്ള ശരിയാവണം നിർബന്ധമില്ല. കാരണം നമുക്ക് ഷിഫ്റ്റ് ഓപ്പറേറ്റർ അതിനുള്ളൊരു എക്സാമ്പിളാണ്. അതായത് അതൊരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററാണ്, അത് കണ്ടിന്യൂസ് ആണ്, പക്ഷേ കോമ്പാക്റ്റ് അല്ലാത്തതിനുള്ള ഒരു എക്സാമ്പിളാണ്. പക്ഷേ സീറോ ഓപ്പറേറ്റർ ഏത് സ്പേസ് എടുത്താലും ഇനി എവരി സ്പേസ് ഫൈനൈറ്റ് ഡയമെൻഷൻ ആവണം നിർബന്ധമില്ല. ഇവിടെ ഇതിൽ ചെറിയ എററുണ്ട്. ഫൈനൈറ്റ് ഡയമെൻഷൻ കേസിൽ നിന്നല്ല, സീറോ ഓപ്പറേറ്റർ എല്ലാ സ്ഥലത്തും എന്ത് തന്നെയായിരിക്കും? കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് റിയസ് ലെമ്മയാണ്. റിയസ് ലെമ്മ നമുക്ക് കുറേ തിയറങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലെമ്മയാണ്. അതിനകത്ത് ഒരു ബനാങ് സ്പേസ് എക്സും അതിനുള്ളിൽ ഒരു ക്ലോസ് സബ് സ്പേസ് ഇയും, ആ ക്ലോസ് സബ് സ്പേസിനുള്ളിൽ ഒരു E1 എന്ന് പറയുന്ന പ്രോപ്പർ ക്ലോസ് സബ് സ്പേസും ഉണ്ടെങ്കിൽ E1 വിത്ത് E1 നോട്ട് ഈക്വൽ ടു E, ദെൻ യു ക്യാൻ ഫൈൻഡ് അറ്റ് എ പോയിൻറ്റ് Y0 ഇൻ E ആൻഡ് ഇൻ്റർസെക്ഷൻ യൂണിറ്റ് സ്പിയർ. ഇയിലും യൂണിറ്റ് സ്പിയറിലുമായിട്ട് വരുന്ന ഒരു ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ആയിട്ടുള്ള Y0 E1 ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, E1 ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആയിരിക്കും. 1/2 ഡിസ്റ്റൻസിലായിരിക്കും. ഇപ്പോൾ ഈ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഡയമെൻഷണൽ സ്പേസിൽ E1 എന്ന് പറയുന്ന 45 ഡിഗ്രി ലൈനും യൂണിറ്റ് സ്പിയറിൽ Y0 എന്ന് പറയുന്ന യൂണിറ്റ് സ്പിയറിലുള്ളതും. ഇനി Y മൈനസ് X0 എന്ന് പറയുന്നത് വേറൊരു പോയിൻ്റാണ്. അത് അവിടെ ആയിട്ടല്ല കൊടുക്കേണ്ടത്, അതിൽ ചെറിയൊരു എറർ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ പ്രൂഫിലേക്ക് വരാം. എങ്ങനെയാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു പോയിൻ്റ് കണ്ടുപിടിക്കുക? അപ്പോൾ ഞാൻ ആദ്യം E1 ഈസ് എ പ്രോപ്പർ ക്ലോസ് സബ് സ്പേസ് ഓഫ് E എന്ന് പറഞ്ഞു. ക്ലോസ് സബ് സ്പേസ് ആയതുകൊണ്ട് കോഷ്യൻ സ്പേസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് ഈ ഗിവൺ E1 ഷുഡ് ബി എ കോഷ്യൻ സ്പേസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ബനാങ് ബിക്കോസ് E1 ഈസ് ക്ലോസ്ഡ്. E1 ക്ലോസ്ഡ് ആണ്, ഇയും ക്ലോസ്ഡ് ആണ്, ആൻഡ് ഈ ക്ലോസ് സബ് സ്പേസ് ഓഫ് എക്സ് ആണ്. എക്സ് ബനാങ് സ്പേസ് ആയതുകൊണ്ട് ഈ ബനാങ് ആയിരിക്കും. E1 ക്ലോസ്ഡ് ആയതുകൊണ്ട് E1 ബനാങ് ആയിരിക്കും. സോ ഇറ്റ്സ് കോഷ്യൻ സ്പേസ് ഈസ് ആൾസോ ബനാങ് ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു ദ കോഷ്യൻ നോം. കോഷ്യൻ നോമിൻ്റെ ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നോം ഓഫ് ക്ലാസ് എക്സ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് എക്സ് വിത്ത് E1 എന്നാണ് അർത്ഥം. ഡിസ്റ്റൻസ് ഓഫ് എക്സ് വിത്ത് E1 പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിം ഓവർ ആർ നോം ഓഫ് എക്സ് മൈനസ് വൈ വിത്ത് വൈ എലമെൻറ്റ് ഓഫ് E1 എഴുതാം. ഇനി ക്ലാസ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് E1 എന്നായിരിക്കും. റൈറ്റ് കോസെറ്റ്സ് അല്ലെങ്കിൽ ലെഫ്റ്റ് കോസെറ്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ, രണ്ടും ഈക്വൽ ആയിരിക്കും. ഇവിടെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട്. ഇനി എക്സ് ബനാങ് സ്പേസ് ആണ്, അപ്പോൾ ഈ ബനാങ് സ്പേസ് ആണ്. അത്തരം കാര്യങ്ങൾ തന്നെയാണ് അവിടെ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രത്യേകം നോട്ട് ചെയ്യുക, ഇയും E1 നോട്ട് ഈക്വൽ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും E മൈനസ് E1 ഒരു പോയിൻ്റ് കണ്ടെത്താൻ പറ്റും, Y എന്ന് പറയുന്നത്, അല്ലേ? കാരണം ഈക്വൽ അല്ലാത്തതുകൊണ്ട് ലാർജർ സ്പേസ് ആയിട്ടുള്ള ഇയിലുള്ള ഒരു എലമെൻറ്റ് E1 ഉണ്ടാവില്ല. പക്ഷേ E മൈനസ് E1 കണ്ടെത്തുന്നതുകൊണ്ട് E1 ഒരു സബ് സ്പേസ് ആയതുകൊണ്ട് അതിനകത്ത് 0 ഉണ്ടാവും. അപ്പോൾ Y ഒരിക്കലും എന്തുമല്ല, 0 അല്ല. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് എ നോൺ സീറോ പോയിൻറ്റ് Y ഇൻ E വിച്ച് ഡസ് നോട്ട് ബിലോങ്സ് ടു E1. അത്തരത്തിലുള്ളൊരു പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി E1 ക്ലോസ്ഡ് ആണ്. E1 ക്ലോസ്ഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ആ ലെറ്റ് ഈ താഴെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്, E ബി എ ക്ലോസ്ഡ് ഇൻ എക്സ് ആൻഡ് Y എലമെൻറ്റ് ഓഫ് E1. ദെൻ E1 ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ് ആണ്, ഈ എന്നല്ല, E1 ക്ലോസ്ഡ് ആണെങ്കിൽ ആൻഡ് Y എലമെൻറ്റ് ഓഫ് E1, Y E1 തന്നെയാണെങ്കിൽ ഇയും E1, അതായത് ഒരു ക്ലോസ് സെറ്റിലുള്ള പോയിൻറ്റും അതും തമ്മിലുള്ള ദൂരം 0വും, ഒരു ക്ലോസ് സെറ്റിൽ അല്ലാത്ത ഒരു പോയിൻ്റ് ആണെങ്കിൽ അത് ആ സെറ്റും അതും തമ്മിലുള്ള ദൂരം ആൾവേസ് പോസിറ്റീവുമായിരിക്കും. അപ്പോൾ അത് ശരിക്കും ബ്രാക്കറ്റിനുള്ളിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ലെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തത് ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു പുതിയ പോയിന്റ് കണ്ടുപിടിക്കുകയാണ്. ലെറ്റ് x0 എലമെൻറ്റ് ഓഫ് E1 സച്ച് ദാറ്റ് നോം ഓഫ് y മൈനസ് x0 ലെസ് ദാൻ
2a ഈസ് എനി പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ, അതായത് അങ്ങനെ എനിക്കൊരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം y ഓൾറെഡി എവിടെ ഇല്ല, E1 ഇല്ലാത്തൊരു പോയിൻ്റാണ്. അപ്പോൾ E1 പോയിൻറ്റും ഇയിലുള്ള പോയിൻറ്റും y മൈനസ് എക്സ് നോട്ടിൻ്റെ ഡിസ്റ്റൻസ് ലെസ് ദാൻ 2a ആയിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലെസ് ദാൻ 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്ന് 2a റേഡിയസിലാണ് y മൈനസ് എക്സ് നോട്ട് കിടക്കുന്നതെന്നാണ് അർത്ഥം. അപ്പോൾ ആ പിക്ചറിൽ കൊടുത്ത പിക്ചർ ഒരു ചെറിയൊരു എറർ വിചാരിക്കേണ്ട. യൂണിറ്റ് സ്ഫിയറിന് ഔട്ടർ റീജിയണിലാണ് y മൈനസ് എക്സ് നോട്ട് കിടക്കുന്നതെന്ന് ഓർക്കുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. ദെൻ നമ്മൾ ഒരു പുതിയ പോയിന്റ് അഗൈൻ ഡിഫൈൻ ചെയ്യുന്നു. y നോട്ട് ഈക്വൽ ടു y മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ നോം ഓഫ് y മൈനസ് എക്സ് നോട്ട്. സോ ഓട്ടോമാറ്റിക്കലി നോം y നോട്ട് ഷുഡ് ബി 1 ആയിരിക്കും. ദാറ്റ് മീൻസ് y നോട്ട് ഷുഡ് ബി ഇൻ ദി യൂണിറ്റ് സ്ഫിയർ. ഇനി y നോട്ട് എവിടെ ഉണ്ടാവില്ല, കാരണം y മൈനസ് എക്സ് നോട്ട് എവിടെ ഇല്ല, E1 അപ്പോൾ y നോട്ട് എവിടെ ഉണ്ടാവില്ല, E1 ഉണ്ടാവില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് E1 ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നോം ഓഫ് y മൈനസ് എക്സ് y നോട്ട് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ y മൈനസ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ നോം y മൈനസ് എക്സ് നോട്ട് മൈനസ് എക്സ് എന്ന് കിട്ടുന്നു. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നോം ഓഫ് y മൈനസ് എക്സ് നോട്ട് മൈനസ് നോം ഓഫ് y മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ നോം ഓഫ് y മൈനസ് എക്സ് നോട്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മളൊരു കാര്യം ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു നോം ഓഫ് y മൈനസ്, അതായത് അതിനകത്ത് ആ ബ്രാക്കറ്റിൽ എഴുതിയ ടേം എക്സ് നോട്ട് പ്ലസ് നോം ഓഫ് y മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത്. എക്സ് ഓൾറെഡി E1 പോയിൻ്റാണ്, അതുപോലെ തന്നെ എക്സ് നോട്ടും E1 നോം ഓഫ് y മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് സ്കാലാറാണ്. അപ്പോൾ സ്കാലാർ മൾട്ടിപ്പിൾ ഓഫ് എക്സ് പ്ലസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് E1 തന്നെ ഉണ്ടാവും, ബിക്കോസ് E1 ഈസ് എ സബ്സ്പേസ്. അതിന് ഞാനൊരു സെഡ് എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ നോം ഓഫ് y മൈനസ് സെഡ് എന്ന് കിട്ടും. അപ്പോൾ അതാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ നോം ഓഫ് y മൈനസ് എക്സ് നോട്ട് എന്ന് കൊടുക്കുമ്പോഴും ഒരു സെറ്റ് എന്ന ഫോമിൽ തന്നെയാണ് വീണ്ടും വരിക, സ്കാലാർ മൾട്ടിപ്ലൈ വരുന്നത് കൊണ്ട്. ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു a/2a വരാനുള്ള റീസൺ എന്ന് പറയുന്നത് y മൈനസ് നോം y മൈനസ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി തന്നിട്ട് നോം ഓഫ് y മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ 2a എന്ന് എഴുതിയിട്ടുണ്ട്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 നോം ഓഫ് y മൈനസ് എക്സ് നോട്ട് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2a എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെയാണ് നോം ഓഫ് y മൈനസ് ആ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു a ആയിട്ടും ചൂസ് ചെയ്യുന്നു. ഓക്കെ, അതായത് എയുടെ ഔട്ട്സൈഡ് റീജിയനിലാണ് ആ പോയിന്റ് വരുന്നത് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു നോം ഓഫ് ദാറ്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ 2a ഈക്വൽ ടു 1/2. അപ്പോൾ ഈ എയും ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ടാണ് 1/2 കിട്ടുന്നത്. ദാറ്റ് മീൻസ് വി ഗെറ്റ് വാട്ട് നോം ഓഫ് y മൈനസ് z ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു a. അങ്ങനെയുള്ള പോയിൻ്റാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെഡ് ഈക്വൽ ടു ഈ പോയിൻറ്റിൻ്റെ പ്രത്യേകത കൂടി ഞാൻ പറയുന്നുണ്ട്. അവിടെ നോം ഓഫ് y മൈനസ് സെഡ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് എ റേഡിയസിന് ഔട്ട്സൈഡിലാണ് y മൈനസ് സെഡ് കിടക്കുന്നതെന്ന് പറയുന്നു. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, a ഡിവൈഡഡ് ബൈ 2a എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. therefore we get നോം ഓഫ് y നോട്ട് മൈനസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് കൊടുത്തു. എക്സ് നോട്ട് എന്ന് പറയുന്നത് ഒരു ആർബിട്രറി പോയിൻ്റാണ് E1. അങ്ങനെയാണെങ്കിൽ ഏത് പോയിൻ്റ് എടുത്താലും ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആണ്. സോ യു ക്യാൻ ടേക്ക് ദി ഇൻഫിമം ആൾസോ പോസിബിൾ. സോ ഇൻഫിമം ഓഫ് ദാറ്റ് value should be greater than or equal to 1/2, but the infimum of such value should be equal to distance of y naught with E1. Therefore you can find out a point y naught in the unit sphere and it is in യിലും ഈ യൂണിറ്റ് സ്പിയറിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന y naught എന്ന പോയിന്റ് നോം 1 ആയിരിക്കും. അത് E1 ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 കിട്ടുന്നു. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൊറോളറി എന്ന് പറയുന്നത് 5.2.2 ഡയമെൻഷൻ ഇൻഫിനിറ്റി ആണെങ്കിൽ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ കോമ്പാക്റ്റ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സാധാരണ ഫൈനൈറ്റ് ഡയമെൻഷൻ കേസിലെ എല്ലാ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സും ഫൈനൈറ്റ് ഡയമെൻഷൻ സ്പേസിൽ കണ്ടിന്യൂസ് കേസ് മാത്രമേ മിക്കവാറും എല്ലാം കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സ് തന്നെ നമുക്ക് കിട്ടുക ഫൈനൈറ്റ് ഡയമെൻഷൻ കേസുകളിൽ. പക്ഷേ ഇൻഫിനിറ്റ് ഡയമെൻഷൻ കേസിലേക്ക് വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും വ്യത്യാസം വരുന്നത്. ഇവിടെ എക്സിൻ്റെ ഡയമെൻഷൻ ഇൻഫിനിറ്റി ആണ്. എനിക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ട ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ കോമ്പാക്റ്റ് അല്ല എന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നു ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ കോമ്പാക്റ്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. വി അസ്യൂം ദാറ്റ് ഇഫ് പോസിബിൾ അവർ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ഓൺ ദി ഇൻഫിനിറ്റ് ഡയമെൻഷൻ സ്പേസ് ഈസ് കോമ്പാക്റ്റ്. വി നീഡ് actually a contradiction. So we go through the definition of the compact operator. Corresponding to each bounded sequence, the image sequence has a Cauchy subsequence. That is our definition of the compact operator. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ക്യാരക്ടറൈസേഷൻ പറയുന്നത് A is compact if and only A of U closure is compact എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിൽ പറഞ്ഞ കാര്യമുണ്ട്. അപ്പോൾ I of U എന്ന് പറയുന്നത് യൂണിറ്റ് ഓപ്പൺ ബോൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ I of U closure ഈക്വൽ ടു U closure ദാറ്റ് ഈസ് ഈക്വൽ ടു അത് ക്ലോസ്ഡ് ബോൾ ആയിട്ട് വരുന്നു. ഓപ്പൺ ബോളിൻ്റെ ക്ലോസർ എടുക്കുമ്പോൾ ക്ലോസ്ഡ് ബോൾ കൊടുക്കും. അതിന് D of X എന്ന് പേര് കൊടുക്കും. ഓക്കെ,
ഇനി എക്സ് ഒരു ഇൻഫിനിറ്റ് ഡയമെൻഷൻ സ്പേസ് ആണ്. സ്വാഭാവികമായിട്ട് ഇൻഫിനിറ്റ് ഡയമെൻഷൻ സ്പേസിൽ ഒരു ഇൻഫിനിറ്റ് എലമെൻറ്റ്സ് ഉള്ള ഒരു ബേസിസ് ഉണ്ടാവുമെന്നറിയാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ബി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്, ബേസിസ് ആണ്. ഇനി ബേസിസിൽ എക്സ്പൊണൻറ്റ് സ്പാൻ ചെയ്യുന്ന ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. അതിൻ്റെ LEC is equal to exponent x plus a സബ്സെറ്റ് ഓഫ് ബി. അപ്പോൾ ബി ഒരു ബേസിസ് ആണ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഒരു ബേസിസ് ആണ് എക്സിൻ്റെ. കാരണം എക്സിൻ്റെ ഡയമെൻഷൻ ഇൻഫിനിറ്റി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇൻഫിനിറ്റ് എലമെൻറ്റ്സ് ഉള്ള ബേസിസിൻ്റെ സബ്സെറ്റ് ഒരു ഇൻഫിനിറ്റ് സെറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടേക്ക് ഇറ്റ് ആസ് എൽ. ക്യാപിറ്റൽ L കൺസിസ്റ്റ് ഓഫ് ആൾ exponent x എക്സെട്ര വിച്ച് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇൻ ദ സ്പേസ് എക്സ്. സ്വാഭാവികമായിട്ട് ഞാനൊരു പുതിയ എലമെൻറ്റ് എടുക്കുകയാണ്. E0 ഈക്വൾ ടു സിംഗിൾട്ടൺ 0, E1 ഈക്വൾ ടു സ്പാൻ ഓഫ് സിംഗിൾട്ടൺ x1 ആൻഡ് E2 ഈക്വൾ ടു സ്പാൻ ഓഫ് x1 x2. അപ്പോൾ E0ൻ്റെ ഡയമെൻഷൻ 0 ആണ്, E1 1, E2 2, കാരണം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് പ്രോപ്പർട്ടി കൂടി അപ്ലൈ ചെയ്യുമ്പോൾ. സോ ഓട്ടോമാറ്റിക്കലി ENൻ്റെ ഡയമെൻഷൻ Nഉം EN+1ൻ്റെ ഡയമെൻഷൻ N+1 ആയിരിക്കും. ബട്ട് എവരി ഫൈനൈറ്റ് ഡയമെൻഷൻ സ്പേസ് ഈസ് ക്ലോസ്ഡ്. അപ്പോൾ EN എന്നും EN+1 ഒക്കെ എന്താണ്, ക്ലോസ് സബ്സ്പേസുകളാണ് എക്സിൻ്റെ. ഇനി EN ഈസ് എ പ്രോപ്പർ ക്ലോസ് സബ്സ്പേസ് ഓഫ് EN+1, കാരണം XN+1 എന്ന അഡീഷണൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എലമെൻറ്റ്സ് ആയതുകൊണ്ട് പ്രോപ്പർ ക്ലോസ് സബ്സ്പേസ് കിട്ടുന്നു. ഓക്കെ, ഇനിയിപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ലെമ്മ ഉപയോഗിച്ചത് ഇങ്ങനെ പ്രോപ്പർ കേസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഹയർ സ്പേസിലുള്ള ഒരു പോയിൻറ്റിന് ലോവർ സ്പേസുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ഈക്വൾ ടു 1/2 എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ബൈ ലെമ്മ വി ക്യാൻ ഫൈൻഡ് ഔട്ട് എ പോയിൻറ്റ് yi എലമെൻറ്റ് ഓഫ് EI വിത്ത് നോൺ yi ഈക്വൾ ടു 1 ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് yi വിത്ത് EI-1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 1/2. ഓക്കെ, ഗ്രേറ്റർ ആർ ഈക്വൾ ടു 1/2 ആണ്. അത് തൊട്ട് താഴത്തുള്ളതിനേക്കാൾ EI-1ൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? EI-1ൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് i-1 ഡയമെൻഷൻ ആയിരിക്കും. EIയുടെ ഡയമെൻഷൻ i ഡയമെൻഷൻ, അപ്പോൾ ഒന്ന് കൂടുതലാണ് അല്ലേ. അപ്പോൾ ലോവർ സ്പേസിനേക്കാൾ കേസാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ EIയിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും EI-1 ഏത് പോയിൻ്റായിട്ട് ചൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഈ yi, കാരണം y1 എന്ന് പറയുന്നത് E1ലെ പോയിൻ്റാണ്, y2 എന്ന് പറയുന്നത് E2ലെ പോയിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ഐയും ജെയും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഒന്ന് വിത്ത് ഐയോ ജെയോ ഏതെങ്കിലും ഒന്ന് വലുതായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഡിസ്റ്റൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 1/2 ആയിരിക്കും. അതിനർത്ഥം ഈ yi എന്ന് പറയുന്നതിൻ്റെ നോം 1 ആയതുകൊണ്ട് അതൊരു ബൗണ്ടഡ് കളക്ഷനാണ്. yi എന്ന് പറയുന്നത് ബൗണ്ടഡ് കളക്ഷനാണ്, അല്ലെങ്കിൽ ബൗണ്ടഡ് സീക്വൻസ് ആയിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് yi. അപ്പോൾ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ yi ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്, പക്ഷേ അതിൻ്റെ ഏത് നോം ym-yn അല്ലെങ്കിൽ yn-ym എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൾ ടു 1/2 ആയതുകൊണ്ട് ഒരു സബ് സീക്വൻസും എന്താവില്ല, കോഷി ആവില്ല എന്നാണ് അർത്ഥം. അപ്പോൾ yi's ബൗണ്ടഡ് സീക്വൻസ് ആണ്. ഇനി ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് അതിൻ്റെ i ഓഫ് yi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ yi തന്നെയാണ് കിട്ടുക, കാരണം ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ആയതുകൊണ്ട്. അപ്പോൾ i ഓഫ് yiക്ക് ഈക്വൽ ടു yiക്ക് ഒരു സബ്സീക്വൻസും എന്താവുന്നില്ല, കോഷി ആവുന്നില്ല. അപ്പോൾ നമ്മളുടെ ഓപ്പറേറ്റർ കോമ്പാക്റ്റ് ആണെന്ന് പറഞ്ഞതിന് കോൺട്രഡിക്ഷനാണ്, കാരണം yi's ബൗണ്ടഡ് ആണ്, i ഓഫ് yi'സിന് കോഷി സബ്സീക്വൻസ് ഇല്ല എന്നാണ് കിട്ടിയത്, ഉണ്ടെന്നാണ് വേണ്ടത്, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. ദോർഫോർ നമുക്ക് എന്ത് കിട്ടി? അവർ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ഈസ് നോട്ട് കോമ്പാക്റ്റ്. അപ്പോൾ ഇൻ ജനറലി നമുക്ക് പറയാം ഇൻഫിനിറ്റ് ഡയമെൻഷൻ സ്പേസിൽ ഒരു ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററും എന്താവില്ല, കോമ്പാക്റ്റ് ആവില്ല. അതുപോലെ തന്നെയാണ് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററും ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററും ഒന്നും നമുക്ക് കോമ്പാക്റ്റായി മാറില്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിലെ ചെറിയൊരു ഷിഫ്റ്റ് നടക്കുന്ന കേസ് മാത്രമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് മാത്രമാണ്. അതുകൊണ്ട് ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് റൈറ്റ് ഷിഫ്റ്റും ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററും രണ്ടും എന്തെല്ലാമെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും, കോമ്പാക്റ്റ് അല്ലാന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ.